നമ്മളിപ്പോൾ നല്ല ഇരുട്ടത്താണ് നിൽക്കുന്നത്. എൻ്റെ അരികിലായിട്ട് ഒരു ചെറിയ വിളക്കും കത്തുന്നുണ്ട്. ഈ ഒരു ഗ്രാമത്തിൽ വൈദ്യുതി ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ വെളുപ്പിന് 3:30 എണീറ്റിട്ട് കപ്പിയും കയറൊക്കെ ഉപയോഗിച്ചിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നല്ല ഇരുട്ടത്താണ് നിൽക്കുന്നത്. എൻ്റെ അരികിലായിട്ട് ഒരു ചെറിയ വിളക്കും കത്തുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇൻട്രോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വൈദ്യുതി ഇല്ലെന്ന്. ശരിയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വൈദ്യുതി ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല പവർ കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വൈദ്യുതി ഇല്ലാത്തതായിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു ഗ്രാമത്തിൽ വൈദ്യുതി ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും ഈ ഒരു ചെറിയ വിളക്കിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, നമ്മൾ പാർവതിപുരത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. പാർവതിപുരത്തെ ആദിവാസി ഊരുകളൊക്കെ സന്ദർശിച്ച് അവിടുത്തെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അവിടെ നിന്ന് ഏകദേശം 80 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ് ആ സ്ഥലം എന്നല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂർമ ഗ്രാമത്തിലാണ്. ഈ കൂർമ ഗ്രാമത്തിന് കുറേ സവിശേഷതകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൂർമ ഗ്രാമത്തിലുള്ള ഒരു റൂമിലാണ്. നമുക്കിനി എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങണം. കാരണം രാവിലെ 3:30 ആകുമ്പോൾ എണീക്കണം. വെളുപ്പിനെ 4:30 മുതലാണ് ഈ ഗ്രാമം സജീവമാകുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൂർമ ഗ്രാമത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1-ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. സമയം 3:45. വെളുപ്പിനെ 3:45. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ 4:30 മുതൽ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 3:30 ആകുമ്പോഴത്തേനും എണീക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. നടന്നില്ല. എന്തായാലും സമയം 3:45. ഇനിയിപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. എൻ്റെ കയ്യിലിതാ തൊട്ടിയും കയറും കപ്പിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരണം. വെള്ളം കോരി കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ വേറെ പ്രത്യേകിച്ച് പൈപ്പ് കണക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് വെള്ളം ഇതുപോലെ കോരി കുളിക്കണം. അതാണ് ഇവിടുത്തെ രീതി. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് വെള്ളം കോരി തുടങ്ങാം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ വെളുപ്പിന് 3:30 എണീറ്റിട്ട് കപ്പിയും കയറൊക്കെ ഉപയോഗിച്ചിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നത്. എന്തായാലും ഒരുപാട് നേരം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സമയം തീരെയില്ല. ഇനി പെട്ടെന്ന് 4:30 ആവും. ഇനി അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുളിച്ച് റെഡിയാണ്. നമുക്ക് പെട്ടെന്ന് വെള്ളം കോരാം. ഇപ്പോൾ സമയം 5:30 ആയി. നമ്മൾ 4:30ക്കാണ് കുളിച്ച് റെഡിയായിട്ട്
ഇവിടെ നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നത്. 4:30 മുതലാണ് ഇവിടുത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 4:30 ആയപ്പോഴത്തേനും എത്തിച്ചേർന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ചിത്രീകരിച്ചു. ഇനി 6:30 ആകുമ്പോഴത്തേനും ആരതിയുണ്ട്. അപ്പം ആരതിയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചിത്രീകരിക്കാനുള്ളത്. ഇനിയിപ്പം 1 മണിക്കൂറോളം സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് അവരോടൊപ്പം പ്രാർത്ഥിക്കാം. അതല്ല എങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം പുലർക്കാല കാഴ്ചകളൊക്കെ കണ്ടു നടക്കാം. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്നൊക്കെ ഒരുപാട് നെൽവയലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നടക്കാനും പിന്നെ ഇവർ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന വഴികളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ നേരിയ തണുപ്പുമുണ്ട് നമുക്കിവിടെ. അതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതിലൂടെയൊക്കെ നടന്ന് 6:30 ആകുമ്പോഴത്തേനും തിരിച്ചു വന്ന് ഇവിടുത്തെ ആരതി നമുക്ക് ചിത്രീകരിക്കാം. സമയം ഇപ്പോൾ രാവിലെ 7:30 കഴിഞ്ഞു. വെളുപ്പിന് 4:30 മുതൽ 7:30 വരെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ സമയം. ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ആരതിയും ഗുരുപൂജയുമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായുള്ളൂ എന്ന് എനിക്കറിയാം. എന്താണ് ഈ കൂർമ ഗ്രാമം? ഈ കൂർമ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്? എന്താണ് ഈ കൂർമ ഗ്രാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ശ്രീകാകുളമാണ്. ശ്രീകാകുളത്തുനിന്ന് ഏകദേശം 60 കിലോമീറ്ററോളം മാറി കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ ഒരു കൂർമ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചുറ്റും മലനിരകളാണ്. ആ മലനിരകളുടെ താഴ്വാരത്തായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളാണ് കാണുന്നത്. അതിൽ ഓടുമേഞ്ഞതും പുല്ലുമേഞ്ഞതുമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാം. ഈ ഒരു ഗ്രാമത്തിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. നമുക്ക് എവിടെ നോക്കിയാലും നെൽകൃഷികളും ഈ ഗ്രാമത്തിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഗ്രാമത്തിൽ വൈദ്യുതി ഇല്ല എന്നുള്ളത്. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വിളക്കൊക്കെ തെളിയിക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വീടുകളെക്കുറിച്ച് പറഞ്ഞു, ഓടുമേഞ്ഞവയാണ് അല്ലെങ്കിൽ പുല്ലുമേഞ്ഞവയാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഗൃഹോപകരണങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതായത് നമുക്ക് ഇരിക്കാനുള്ള കസേരയോ അല്ലെങ്കിൽ കട്ടിലോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ആ വീടുകളിൽ കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ പാചകത്തിനായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. നിലത്ത് പാവിരിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ് ഈ കൂർമ ഗ്രാമം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമുക്കിനി ഈ കൂർമ ഗ്രാമത്തെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അടുത്തതായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. നമ്മളാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുക. പക്ഷേ ഇവിടെ പറയുന്നത് പ്രസാദം എന്നാണ്. അതായത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് പ്രസാദം എന്നാണ് അവർ പറയുക. ഇനി പാത്രമൊക്കെ കഴുകാനുള്ള ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്. അവിടെ പോയി പാത്രം കഴുകണം. പാത്രം കഴുകി നമ്മൾ റെഡിയായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പോയി ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഈ ഗ്രാമത്തിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് ഈ കൂർമ ഗ്രാമം എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. കൂർമ എന്നാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഗ്രാമത്തിന് കൂർമ ഗ്രാമം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്.
ഈ കൂർമ ഗ്രാമം അടിസ്ഥാനപരമായിട്ടൊരു മോഡൽ വില്ലേജ് ആയിട്ട് തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാമം സ്ഥാപിച്ചിട്ടുള്ളത് ഇസ്കോൺ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ്. ഇസ്കോണെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഈ സംഘടനയുടെ പൂർണ്ണ രൂപം. ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ എന്ന സ്വാമികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1966 ഇസ്കോൺ സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ഇസ്കോണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മോഡൽ വില്ലേജ് ആയിട്ടാണ് ഈ കൂർമ ഗ്രാമം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കൂർമ ഗ്രാമം അടിസ്ഥാനപരമായിട്ടൊരു ഫാമിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 60 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൂർമ ഗ്രാമം അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശത്താണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലനിരകളാൽ ചുറ്റപ്പെട്ട അതിൻ്റെ താഴ്വാരത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കൂർമ ഗ്രാമം. ഈ കൂർമ ഗ്രാമത്തിൽ 80ഓളം പേരാണ് താമസിക്കുന്നത്. അതിൽ 20ഓളം കുടുംബങ്ങളുണ്ട്. അതുമാത്രമല്ല കുറേ പേരൊക്കെ ബ്രഹ്മചാരികളുമാണ്, പിന്നെ സന്യാസിമാരുമാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഇവിടെ സന്യാസിമാരാരും തന്നെ ഇല്ലെന്നാണ് മനസ്സിലാക്കിയത്. നമ്മളീ നിൽക്കുന്ന ഭാഗത്താണ് കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന വീടുകൾ. അതുപോലെ തന്നെ ഇതിൽ ബ്രഹ്മചാരികൾക്ക് താമസിക്കാൻ ഒരിടവും സന്യാസികൾക്ക് താമസിക്കാനായി മറ്റൊരിടവുമുണ്ട്. ഈ കൂർമ ഗ്രാമം അടിസ്ഥാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള പ്രകൃതിയോടിണങ്ങി സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇത് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, കുറച്ചുകൂടിയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ട്. അതിലൊന്ന് അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതുപോലെ ഗ്ലോബൽ വാർമിംഗ്. നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണല്ലോ ഗ്ലോബൽ വാർമിംഗ്. അത് കാരണം കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ അതിനെതിരെയും പ്രവർത്തിക്കുക എന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് തൊഴിലില്ലായ്മയ്ക്കെതിരെ ഉള്ള ഒരു പോരാട്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അഡിക്ഷൻ, അതായത് ഡ്രഗ്സിനോടും സോഷ്യൽ മീഡിയയോടുമുള്ള ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ, അതിനെതിരെയും ഒക്കെ പ്രവർത്തിക്കുക എന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മറ്റൊന്നാണ്. പിന്നെ ഇവരുടെ മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ അസ്ഥിരതയ്ക്കെതിരായിട്ടും യുദ്ധങ്ങൾക്കെതിരായിട്ടുമുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഇവരുടെ മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഈ കൂർമ ഫാമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവുമാണ്. അതുകൊണ്ട് തന്നെ വേദങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായിട്ട് വളരെ ലളിത ജീവിതം ആഗ്രഹിക്കുന്നവരും പിന്നെ കാർഷിക വൃത്തിയൊക്കെ ആഗ്രഹിക്കുന്നവരും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുകൂടാതെ വേറെ ചില ഒബ്ജക്റ്റീവ്സും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പൊതുവായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് പുറമെ ഈ കൂർമ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ സ്വകാര്യ ജീവിതത്തിലും ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് ഗ്രീൻ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമൻറ്റ്, കമ്പി മുതലായിട്ടുള്ള പ്രകൃതിക്ക് ഹാനികരമാകുന്ന, അതായത് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വസ്തുക്കൾ, പ്രകൃതിയോടണങ്ങുന്ന വസ്തുക്കൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുക എന്നതാണ് ഈ കമ്മ്യൂണിറ്റി നിഷ്കർഷിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അവർ സിമൻറ്റ് ഉപയോഗിക്കുന്നില്ല, അതിന് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് സുർക്കി മിശ്രിതമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ സുർക്കി മിശ്രിതം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരിടമൊക്കെ കണ്ടിരുന്നു. അവിടെ അവർ മണലും കുമ്മായം, തൂർദാൽ, ശർക്കര, ഉലുവ എന്നിവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം കൊണ്ടാണ് സുർക്കി മിശ്രിതം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചുറ്റി നടന്ന് സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു ഭാഗത്ത് അവിടെയാണ് ഈ സുർക്കി മിശ്രിതം അവർ ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം കാളയെ കെട്ടി ചുറ്റിച്ചിട്ട് ഈ മിശ്രിതം സംയോജിപ്പിക്കുന്ന ഒരിടമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് പഴയ കാലത്തൊക്കെ കാളയെ കൊണ്ട് എണ്ണയാട്ടിയിരുന്ന ഒരു രീതിയാണ് ഇവിടെയും അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ഇവിടെ വീടുകൾ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മിതിയും രൂപഘടനയൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഉള്ളത്. അതിൽ ചില വീടുകൾ മാത്രമാണ് പുല്ലുമേഞ്ഞതായിട്ടുള്ളത്. പക്ഷേ ഒട്ടുമിക്ക വീടുകളും നമ്മൾ കണ്ടത് ഓടുമേഞ്ഞതായിട്ടാണ്. പിന്നെ വീടിനുള്ളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ തറയൊക്കെ ചാണകം മെഴുകിയിട്ടാണുള്ളത്. അതുമാത്രമല്ല അടുപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ മണ്ണ് വെച്ചിട്ടാണ്. അവിടെ വിറക് ഉപയോഗിച്ചിട്ടാണ് അവർ പാചകം ചെയ്യുന്നത്. നമ്മൾ കണ്ട ഒട്ടുമിക്ക വീടുകളുടെ ഉള്ളിലും ഒരു കിണർ കാണാൻ സാധിക്കും. അതിനും ഒരു കാരണമുണ്ട്, ഇവിടെ റണ്ണിങ് വാട്ടർ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് അവർ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് ഇവരുടെ ഗൃഹനിർമ്മാണം ഒക്കെ. അതേപോലെ തന്നെ വീടിനുള്ളിൽ തന്നെ ഒരു ശൗചാലയവും കുളിമുറിയും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പോലെയുള്ള ശൗചാലയങ്ങളല്ല ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ശൗചാലയങ്ങളാണ്. ഈ ഡ്രൈ ആയിട്ടുള്ള ശൗചാലയങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അത് ഉപയോഗിക്കുന്നവർ അതിലിരുന്നതിന് ശേഷം മലവിസർജനം നടത്തുമ്പോൾ മലം ഒരു കുഴിക്കകത്തേക്കാണ് പോകുന്നത്. ഈ മലവിസർജനം നടത്തിയതിന് ശേഷം അവർ ഈ കുഴിക്കുള്ളിലേക്ക്
അവിടെ കരുതിയിരിക്കുന്ന ഒരു പിടി ചാരം എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇട്ടിട്ട് കാലങ്ങൾക്ക് ശേഷം വിഘടിച്ച് മാറുന്ന വിസർജ്യങ്ങളൊക്കെ അവർ ഇവിടുത്തെ കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൂർമ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി അത് പറയുകയാണ്. ഇവിടെ ഒരു വീടുകളിലോ ഇവിടുത്തെ ഒരു സ്ഥാപനങ്ങളിലോ വൈദ്യുതി ഇല്ല എന്നുള്ളതാണ്. അത് ഈ ഒരു ആധുനിക കാലത്ത് ഇവർക്ക് സ്വയം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വിലക്ക് തന്നെയാണ്. ഇവർ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിലായാലും ഇവരുടെ പൊതുവായിട്ടുള്ള കിച്ചണിലായാലും എല്ലായിടത്തും ഓരോ കിണറുകൾ വീതമുണ്ട്. അപ്പോൾ ആ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്തിട്ടാണ് അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്, ഇവരാരും തന്നെ കുളിക്കാനോ നനയ്ക്കാനോ സോപ്പ് ഉപയോഗിക്കാറില്ല. മറിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അവർ ധരിക്കുന്ന തുണികളൊക്കെ ഇവിടെയുള്ള നെയ്ത്ത് യന്ത്രങ്ങളിൽ നെയ്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള നെയ്ത്ത് യൂണിറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഈ കൂർമ ഗ്രാമക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ സ്വയം പര്യാപ്തതയാണ്, അല്ലെങ്കിൽ സെൽഫ് സസ്റ്റെയിനിങ്, പരാശ്രയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ 60 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ ധാരാളം കൃഷിഭൂമികളുണ്ട്. അതിലൊട്ടുമിക്കതും നെൽവയലുകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിലധികം നെല്ലിവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇവിടെയുള്ള ഒരു സ്വാമിയോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല, അവർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പുറത്ത് വിൽക്കാനും കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ പുറത്ത് കൊടുക്കുന്ന നെല്ലിന് പകരമായിട്ട് അവർ ക്യാഷ് അല്ല സ്വീകരിക്കുന്നത്, മറിച്ചൊരു കൈമാറ്റ വ്യവസ്ഥയാണ്. അതായത് ഒരു ബാർട്ടർ സിസ്റ്റമാണ്. അതായത് അവർ നെല്ല് കൊടുത്തിട്ട് അവർക്ക് ആവശ്യം വേണ്ട മറ്റ് സാധനങ്ങൾ പകരമായിട്ട് ഇവിടെയുള്ള ഗ്രാമീണ കർഷകരിൽ നിന്ന് തിരിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ കൗതുകകരമായ ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടു. അതായത് ഈ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലെ ഗ്രാമീണരൊക്കെ ഇവരുടെ നെൽവയലുകളിൽ രാത്രിയാകുമ്പോൾ കൂട്ടമായിട്ട് ആടുകളുമായി വന്ന് തമ്പടിക്കാറുണ്ട്. അതിനുമൊരു കാരണമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ വയലുകളെ ആടിൻ്റെ കാഷ്ടം കൊണ്ട് പ്രകൃതിദത്തമായി തന്നെ ഫലഭൂയിഷ്ടമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവരുടെ വയലുകൾ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ഗ്രാമങ്ങളിലെ ഇടയന്മാരെ അവരുടെ ആടുകളുമായി രാത്രികാലങ്ങളിൽ ഇവരുടെ വയലുകളിൽ വന്ന് തമ്പടിക്കാൻ ഈ കമ്മ്യൂണിറ്റി അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആടുമായി വന്ന് ഈ വയലുകളിൽ തമ്പടിക്കുന്ന ഇടയന്മാർക്ക് ഒരു നിശ്ചിത വിഹിതം നെല്ല് ഈ ഇടയന്മാർക്ക് ഇവർ കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകുവശത്തായിട്ടൊരു കുളം കാണുന്നുണ്ടല്ലോ. ഈ ഒരു കുളമാണ് ഈ ഗ്രാമത്തിലെ ഒരു പ്രധാന ജലസ്രോതസ് എന്ന് പറയാം. അതായത് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസ്രോതസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാമം മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമായതുകൊണ്ടും പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഈ ഭാഗത്ത് മഴയുടെ ദൗർലഭ്യം കുറവായതുകൊണ്ടും ഈ ഒരു കുളം ഇവരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതേപോലെ തന്നെ എൻ്റെ പിന്നിലായിട്ട് ഒരു വെള്ളം കോരി എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഒരു വെള്ളം കോരിയുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെയുള്ള ചില യന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ പ്രയത്നം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ. അതിന് സമാനമായിട്ടുള്ളൊരു രീതിയിലുള്ള യന്ത്രമാണ് അവരിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് സമീപത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം തന്നെയാണ് ഇത്. ഈ കൂർമ ഗ്രാമത്തിന് പൊതുവായിട്ടൊരു അടുക്കളയുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുടുംബങ്ങളും ബ്രഹ്മചാരികളും ഒക്കെ താമസിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് അവരവരുടെ ഭക്ഷണം അവരവരുടെ വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ബ്രഹ്മചാരികൾക്കും ഇവിടെ വരുന്ന ധാരാളം സന്ദർശകർക്കും കൊടുക്കാനുള്ള ആഹാരം ഈ പൊതു അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത്. ഇവിടുത്തെ ബ്രഹ്മചാരികളും ഇവിടുത്തെ അന്തേവാസികളും ഒക്കെ തന്നെയാണ് അടുക്കളയിലെ പാചകക്കാർ. ഇവർ രാവിലെ മുതൽ വൈകിട്ട് അത്താഴത്തിന് ഉള്ള ഭക്ഷണം വരെ അതാത് സമയങ്ങളിൽ വളരെ ശുചിയായി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും ആകർഷകമായി തോന്നിയത് ഈ പാചകത്തിൽ ധാരാളം കുട്ടികളും പങ്കുചേരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവരുടെ അടുക്കളയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പാത്രങ്ങളൊക്കെ കാണാൻ കഴിയും. അവയിൽ പഞ്ചലോഹ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ പാചകം ചെയ്യുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ പഞ്ചലോഹ പാത്രങ്ങളൊക്കെ അവർ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളതാണെന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്. അതുമാത്രമല്ല, പാചകത്തിന് അവർ വിറകാണ് ഉപയോഗിക്കുന്നത്. അടുപ്പൊക്കെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ പാചകപ്പുരയോട് ചേർന്നൊരു കിണറും കാണാൻ കഴിഞ്ഞു. ഈ കിണറിൻ്റെ അരികത്ത് വെച്ചിട്ടാണ് അവർ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. അതേപോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളും കഴുകുന്നത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ സാധാരണ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ലഞ്ചെന്നും ഡിന്നറെന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ഇവിടെ ഒറ്റ പ്രയോഗം മാത്രമേ ഉള്ളൂ, പ്രസാദം. ഏത് നേരം അവർ ഭക്ഷണം വിളമ്പിയാലും അതിനെ അവർ വിശേഷിപ്പിക്കുന്നത് പ്രസാദം എന്നാണ്. അതേപോലെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇവരുടെ ആഹാരമൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ വയലുകളിലൊക്കെ വിളയിക്കുന്ന അരി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. കറി എന്ന് പറഞ്ഞാൽ ധാരാളം കറികളൊന്നുമില്ല കേട്ടോ. സാമ്പാറോ രസമോ ആയിട്ടൊരു ഒഴിച്ചുകറി മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ ഈ ഗ്രാമത്തിലെ അന്തേവാസികളുടെ വസ്ത്രധാരണ രീതി വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. ഒരു മുണ്ടാണ് അവർ ഉടുക്കുന്നത്. പിന്നെ നീളമുള്ള ഒരു ചേല അവർ ദേഹത്തിങ്ങനെ ചുറ്റി ഇടുകയാണ് ചെയ്യുന്നത്. ഇവർ 3 നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് വെള്ള, കാവി, മഞ്ഞ എന്നീ നിറങ്ങളാണ്.
അതേപോലെ സ്ത്രീകൾ പല നിറത്തിലുള്ള സാരികളാണ് ഉടുത്ത് കണ്ടത്. ഇവരുടെ വിവാഹ രീതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ആശ്രമത്തിലുള്ളവരും അല്ലെങ്കിൽ ഇതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടാറുള്ളതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ വിവാഹങ്ങൾ സാധാരണ ഒരു ഹൈന്ദവ രീതിയിൽ തന്നെയാണ്. അതായത് ഒരു 3 ദിവസത്തെ ചടങ്ങാണുള്ളത്. ആദ്യം ഒരു നിശ്ചയം, പിന്നെ ഒരു ഹാൽദി സെറമണി, പിന്നെ 3-ാം ദിവസം ബൃഹത്തായ രീതിയിൽ ഒരു കല്യാണം. ഇവിടുത്തെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സാധാരണ മറ്റ് ഹൈന്ദവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവർ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ഈ കൂർമ ഗ്രാമത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഈ കൂർമ ഗ്രാമത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു പ്രധാന പട്ടണം ശ്രീകാകുളമാണ്. ശ്രീകാകുളത്തേക്ക് എത്തിച്ചേർന്നാൽ കൂർമ ഗ്രാമത്തിലേക്ക് പിന്നെ ഒരു 60 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇങ്ങോട്ടുള്ള റോഡ് താരതമ്യേന കുഴപ്പമില്ലാത്തത് തന്നെയാണ്. ടാർ ചെയ്ത റോഡൊക്കെ തന്നെയാണ്. കൂർമ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരേണ്ട ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ചില ഗ്രാമങ്ങളൊക്കെ കടന്നു വേണം ഇങ്ങോട്ട് എത്തിച്ചേരാൻ. അങ്ങനെ ഗ്രാമങ്ങളൊക്കെ കടന്ന് ഈ കൂർമ ഗ്രാമം എത്തിച്ചേരുന്നതിന് ഒരു 2 കിലോമീറ്റർ മുന്നിലായിട്ട് പിന്നെ മൺപാതയാണുള്ളത്. ഈ മൺപാതയിലൂടെ സഞ്ചരിച്ചിട്ട് വേണം കൂർമ ഗ്രാമത്തിൽ എത്തിച്ചേരാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ കൂർമ ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു പുസ്തക വിൽപ്പനശാലയാണ്. അതൊരു പുസ്തക വിൽപ്പനശാല മാത്രമല്ല, ഇവരുടെ ഒരു ചെറിയ ഓഫീസായിട്ടും അത് പ്രവർത്തിച്ചു വരികയാണ്. അവിടെയാണ് ഈ കൂർമ ഗ്രാമത്തിലുള്ള ഒരേ ഒരു ഫോൺ, അതൊരു ലാൻഡ് ലൈനാണ്. അപ്പോൾ ഈ കൂർമ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ ഫോണിലൂടെ ഈ ഗ്രാമത്തിലുള്ളവരെ ബന്ധപ്പെടാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ധാരാളം സന്ദർശകർ ദിവസേന എന്നോണം വരുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഒരു ദിവസം ഇവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ അവരോട് ഇക്കാര്യം മുൻകൂർ അറിയിച്ചാൽ അവർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി തരുന്നതാണ്. നമ്മളങ്ങനെ ഈ പുസ്തക വിൽപ്പനശാലയിൽ എത്തിയപ്പോൾ ഈ പുസ്തക വിൽപ്പനശാലയുടെയും ഈ ഗ്രാമത്തിൻ്റെയും ഒക്കെ ചുമതലയുള്ള ഒരു ബ്രഹ്മചാരിയുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് വിവരിച്ചു. So this Kurmagram is completely based on the books that you can see over here. The principles that we follow, the philosophy that we practice is completely based on these books. Mainly the Bhagavad Gita. You can see Bhagavad Gita as it is. This Bhagavad Gita, originally spoken by Lord Krishna around 5,000 years ago to Arjuna, was translated from Sanskrit to English by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada, who is the founder of ISKCON. You can see very scholarly it has been presented. The Sanskrit shloka is there, word to word meaning, the translation of the shloka and the purport or the explanation of the shloka. So like this Bhagavad Gita, then there is the Krishna book. Krishna book is the life story of Lord Krishna when he was present on the earth 5,000 years ago. Complete filled with the stories of Lord Krishna. Around 90 stories are there with colorful pictures of Lord Krishna's pastimes. അപ്പോൾ അതിൽ നിന്ന് പ്രധാനമായിട്ട് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഇസ്കോണിൻ്റെ പ്രസിദ്ധീകരണശാലയിൽ നിന്ന് വന്നിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഭഗവത്ഗീതയാണ്. പിന്നെ രാമായണമുണ്ട്, ഭാഗവതമുണ്ട്. അതുകൂടാതെ വേദങ്ങളൊക്കെ പുസ്തക രൂപത്തിൽ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ കൂർമ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത് വൈകിട്ട് ഒരു 5 മണിയോടടുത്താണ്. നമ്മൾ നേരത്തെ ഇവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതിനാൽ നമ്മൾക്കുള്ള താമസ സജ്ജീകരണങ്ങളൊക്കെ അവർ ഒരുക്കിയിരുന്നു. അപ്പോൾ ഈ താമസ സൗകര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നവർ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ലളിതമായിട്ടുള്ള രീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ തറയിൽ വേണം കിടക്കാൻ. അവർ പായൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ വരുമ്പോൾ ഒരു യോഗ മാറ്റൊക്കെ കരുതിയിരുന്നാൽ അത്രയും നന്ന്. പിന്നെ തലേണ വേണ്ടവർ തലേണയും കൂടെ കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇവിടെ തലേണ ആരും ഉപയോഗിക്കാറില്ല. പിന്നെ ബാത്റൂമിൻ്റെ കുളിമുറിയുടെ കാര്യത്തിലൊക്കെ പരിമിതികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ റണ്ണിങ് വാട്ടർ ഇല്ല. അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവിടെ കൊണ്ടുവച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതുമാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡ്രൈ ടോയ്ലറ്റാണ് ഉള്ളത്. അങ്ങനെയുള്ള പരിമിതികളൊക്കെ സഹിക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടത്. അല്ലാത്തവർ വന്നാൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ കൂർമ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഉച്ച സമയത്ത് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു, കഴിച്ചിട്ട് പോകാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കഴിക്കാൻ നിൽക്കും, അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏകദേശം കുറച്ച് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതുകൊണ്ട് ചിലപ്പം കഴിക്കാനായിട്ട് നിൽക്കില്ല. നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരും. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.